രാജഗിരിയിലൊരു മിയാവാക്കി കാട്. കളമശ്ശേരി രാജഗിരി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രകൃതി സ്നേഹം കേവലം പരിസ്ഥിതി ദിനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അതിന്റെ പ്രതിഫലനമായി PTA ആഭിമുഖ്യത്തിൽ മിയാവാക്കി കാട് നിർമ്മിക്കാനൊരുങ്ങുകയാണ്. സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബ് 100-ലധികം വൃക്ഷങ്ങൾ നട്ടുകൊണ്ട് ചെറിയ പ്രദേശത്ത് നിമിഡവനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുകയാണിവിടെ. ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആ ട്രീ വളർന്നു വരും. മറ്റുള്ളവർ ചിലപ്പോൾ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ള ആശയം, പക്ഷേ നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റിയില്ല. നമ്മൾ ആ ഒരു ആശയത്തോട് നമുക്ക് യോജിക്കാൻ പറ്റിയത് എല്ലാം ഒരുമിച്ച് വളർന്നുകൊണ്ടാണ് നമ്മുടെ ആശയം. തീർച്ചയായിട്ടും ഈ ഒരു ജൈവ വ്യവസ്ഥയിൽ വളരാൻ പറ്റുന്നതൊക്കെ വളരും, അല്ലാത്ത ചിലപ്പോൾ വളരുന്നില്ലാത്തൊരവസ്ഥയിലേക്ക് വരാം. അപ്പോൾ അതിനകത്ത് ഇതിനോട് യോജിച്ചു പോകുന്ന ഈ മണ്ണിനോടും ഈ കാലാവസ്ഥയോടും ഇവിടുത്തെയുള്ള ഈ ഘടനയോട് യോജിച്ചു പോകുന്നതൊക്കെ വളർന്നു വരും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സംരംഭവും കൂടുതൽ ഇനിഷ്യേറ്റീവും, അതായത് നമ്മുടെ കുട്ടികളാണ് കൂടുതലായിട്ട് അവരാണ് ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടത്. മിയാവാക്കി എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ അവരുടെ മനസ്സിലേക്കാണ് ആദ്യം വരേണ്ടത്. ഇവർ ലീഡേഴ്സാണ്, എല്ലാവരും ഇവർക്കെല്ലാം ബാധിച്ചുണ്ട്. ഇവർ ലീഡേഴ്സാണ്, ഇവരാണ് ഇനി ഇത് മറ്റു കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യേണ്ടത്, കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പം ഈ ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും, PTA-ക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഇതൊരു നമ്മുടെ മനസ്സിൽ നല്ല ഫോറസ്റ്റ് വളർന്നു വരട്ടെ ഒരു ആശയം. ഇവിടെ ചിലപ്പോൾ ഇത് അസ്തമിച്ച് പോകാം, നമ്മുടെ മനസ്സുകളിലേക്ക് നല്ലൊരു ഡ്രീമായിട്ട് തന്നെ നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വായുമലിനീകരണം തടയാനും മഴ ലഭ്യത കൂട്ടാനും കഴിയും എന്ന പ്രതീക്ഷയിൽ പ്രകൃതിയോടിണങ്ങിയ ഒരു ജീവിതപാഠം സമൂഹത്തിന് കാട്ടിക്കൊടുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഓറഞ്ചും വളർന്നു വരുന്നുണ്ട്, നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അതിന് കായ ഉണ്ടാകുമെന്നുള്ളത് പ്രസ്തുത പരിപാടി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ടോമി കൊച്ചിനെലിക്കൽ ഉദ്ഘാടനം ചെയ്തു. PTA, MPTA ഭാരവാഹികളും പരിസ്ഥിതി ക്ലബ്ബ് പ്രവർത്തകരും വൃക്ഷങ്ങൾ നട്ടുകൊണ്ട് ഇതിൽ പങ്കാളികളായി. ന്യൂസ് 95 കളമശ്ശേരി.